പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രശസ്ത സിനിമാ നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് 1-2 ആഴ്ചകളായി വലിയൊരു വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന പ്രശസ്ത സംവിധായകൻ, സിനിമാ സംവിധായകനും മഞ്ജു വാര്യരും തമ്മിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ആ വീഡിയോയുടെ ഏതാണ്ട് അവസാന ഭാഗമായപ്പോൾ മഞ്ജു വാര്യരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾ ചോദിച്ച് ആ വീഡിയോ ചെയ്തിട്ട് ഏതാണ്ടൊരു 8-10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസം കഴിഞ്ഞിട്ടും ഞാൻ മഞ്ജു വാര്യരോട് ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും ഇതുവരെ എനിക്ക് മറുപടി ലഭിച്ചില്ല. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയുമായി വീണ്ടും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രകോപനം എന്ന് പറയുന്നത്, മഞ്ജു വാര്യർ വീണ്ടും ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ സംവിധായകനെതിരെ പരാതി കൊടുത്തതായി മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനിടയായി. നമുക്കറിയാം, 2022 ആണ് ആദ്യമായി മഞ്ജു വാര്യർ ഈ സനൽകുമാർ ശശിധരനെതിരെ ഒരു പരാതി കൊടുക്കുന്നത്. തന്നെ പിന്തുടർന്ന് അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഞ്ജു വാര്യർ 2022 ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതി എറണാകുളത്ത് എളമക്കര എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. ആ പരാതി കൊടുത്തതിനെ തുടർന്ന് സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യ വിട്ടു. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ച് ഉണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അത് പ്രധാനമായും മഞ്ജു വാര്യർ തന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മഞ്ജു വാര്യർ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് സ്വരം മാറ്റി തന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത 2 ഓഡിയോ ക്ലിപ്പുകൾ, ആ ഓഡിയോ ക്ലിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും വിവാദങ്ങൾ ഉയർന്നത്. ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സനൽകുമാർ ശശിധരൻ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിലൊക്കെ തന്നെ സനൽകുമാർ ശശിധരൻ പറയാൻ ശ്രമിച്ചത് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തത്. അതിൽ ഞാൻ മഞ്ജു വാര്യരോട് പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങളിങ്ങനെ സനൽകുമാർ ശശിധരനുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? ഫോണിൽ സംസാരിച്ചപ്പോൾ സനൽകുമാർ ശശിധരനുമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നുവോ? ഇന്ന വിഷയങ്ങൾ അതിൽ കൈകാര്യം ചെയ്തിരുന്നുവോ? നിങ്ങളുടെ ജീവൻ അപകടത്തിലാണോ? എന്നൊക്കെയുള്ള നിലയിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഞാൻ മഞ്ജു വാര്യരോട് അതിൻ്റെ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും എനിക്ക് മറുപടി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നത് മഞ്ജു വാര്യർ വീണ്ടും സനൽകുമാർ ശശിധരനെതിരായി ഒരു കേസ് കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതും 2022 അവർ കൊടുത്ത എളമക്കര എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലാണ് വീണ്ടും ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, 2022 എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. അന്നും എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ജൂറിസ്ഡിക്ഷൻ അതല്ലായിരുന്നു. ഇപ്പോഴും അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ, എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷൻ അല്ല ജൂറിസ്ഡിക്ഷനിൽ അവർ താമസിക്കുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അത് ആ പോലീസ് സ്റ്റേഷനിലല്ല കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ കേസ് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മഞ്ജു വാര്യരും ഈ സനൽകുമാർ ശശിധരനുമായി നടന്ന സംഭാഷണങ്ങളെല്ലാം വിശദമായി ഫോൺ സംഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടതാണ്. അതിലൊരിടത്തും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലുള്ള ഒരു പരാമർശവും സനൽകുമാർ ശശിധരൻ നടത്തിയതായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വളരെ ഈ പറഞ്ഞ പോലെ വളരെ അനുതാപത്തോടുകൂടി വളരെ എംപത്തറ്റിക്കായിട്ടാണ് ആ സംഭാഷണങ്ങളിലെല്ലാം തന്നെ സനൽകുമാർ ശശിധരൻ ഈ മഞ്ജു വാര്യരോട് സംസാരിക്കുന്നത്. സനൽകുമാർ ശശിധരൻ ഇട്ട പോസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സനൽകുമാർ ശശിധരൻ പറയുന്നത് തന്നെ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്. മഞ്ജു വാര്യരെ ആരൊക്കെയോ ചേർന്നുകൊണ്ട് അവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു. ഏതോ സ്വാർത്ഥ താല്പര്യമുള്ളവർ, നിക്ഷിപ്ത താല്പര്യമുള്ളവർ
മഞ്ജു വാര്യരെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അനുതാപപൂർവമായിട്ടുള്ള ഒരു സമീപനമാണ് സനൽകുമാർ ശശിധരൻ ആ ഓഡിയോ ക്ലിപ്പുകളിലെല്ലാം ആ ഫോൺ സംഭാഷണത്തിലെല്ലാം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വരുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുത്തു? 2022 ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് കേസ് കൊടുത്തത്. രണ്ടാമത്തത്, എവിടെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ സനൽകുമാർ ശശിധരൻ നടത്തി എന്നുള്ളത്. ഈ രണ്ട് ദുരൂഹതകളും അതിൽ കിടക്കുന്നു. ഇനി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ മഞ്ജു വാര്യരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പ്രസക്തമായ ചോദ്യം, അതിനൊന്നും ഇതുവരെ മഞ്ജു വാര്യരിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല. എൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് സനൽകുമാർ ശശിധരൻ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഇനി പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്. സനൽകുമാർ ശശിധരൻ വിശ്വസിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ്. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള നിലയിൽ അവർ സനൽകുമാർ ശശിധരനോട് സംസാരിച്ചു എന്നൊക്കെയാണ് സനൽകുമാർ ശശിധരൻ വിശ്വസിക്കുന്നതും അദ്ദേഹം ഞാനുമായി നടത്തിയ സംഭാഷണങ്ങളിലൊക്കെ തന്നെ അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, മഞ്ജു വാര്യർ ഇതിനകത്ത് ഒരു ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എന്നെ ബാധിച്ചിരിക്കുന്നത്. ഒരു ഡബിൾ ഗെയിം അവർ കളിക്കുന്നുണ്ടോ? അവരത്ര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഈ വിഷയത്തിലും ഒരു നാടകാഭിനയം നടത്തുകയാണോ എന്നുള്ള ഒരു സംശയവും എന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വസ്ഥത ഉയർത്തുന്ന ഒരു ഘടകമാണ്. സനൽകുമാർ ശശിധരൻ ഇതുപോലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് വിളിച്ചു പറയുന്ന ഒരാളാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലില്ല, അയാൾ അമേരിക്കയിലാണ് ഉള്ളത്. അപ്പോൾ അമേരിക്കയിലിരിക്കുന്ന സനൽകുമാർ ശശിധരനിൽ നിന്ന് തനിക്ക് എതിരായിട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായി സനൽകുമാർ ശശിധരനെ നിശബ്ദനാക്കാനുള്ള ശ്രമം മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. രണ്ട്, സനൽകുമാർ ശശിധരനിലൂടെ താൻ ഒരു നല്ല സതുദ്ദേശപരമായി പ്രവർത്തിക്കുന്ന ഒരു വനിതയാണെന്നും തന്നെ ആരൊക്കെയോ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും ഒക്കെയുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതിൻ്റെ ഇടയിലുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ സനൽകുമാർ ശശിധരൻ തന്നെ പരസ്യമായി പറയുന്നത് എന്താണ്? അവർ സതുദ്ദേശപരമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല സ്ത്രീയാണ്. അവരെ സ്വാർത്ഥ താല്പര്യക്കാർ അവരുടെ നിയന്ത്രണത്തിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ സനൽകുമാർ ശശിധരൻ ഈ വീഡിയോയിലൂടെയൊക്കെ പുറത്തു പറയുന്നത്. അപ്പോൾ അതിലൂടെയും മഞ്ജു വാര്യരെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങളാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒന്ന്, സനൽകുമാർ ശശിധരനെ ഏതെങ്കിലും തരത്തിൽ നിശബ്ദനാക്കാനുള്ള ശ്രമം, ഇപ്പം അവരുടെ ജീവിതം അവസാനിപ്പിച്ചൊന്നുമല്ല, അല്ലാതെ തന്നെ അയാളെ നിശബ്ദനാക്കാനുള്ള ശ്രമം. രണ്ട്, സനൽകുമാർ ശശിധരൻ പൊതുമണ്ഡലത്തിലേക്ക് വിടുന്ന ധാരണ എന്ന് പറയുന്നത് അവർ സതുദ്ദേശമുള്ള നല്ലൊരു സ്ത്രീയാണ്, അവരെ ആരൊക്കെയോ സ്വാധീനിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം, മഞ്ജു വാര്യർ നിക്ഷിപ്ത താല്പര്യക്കാരുടെ പിടിയിലാണോ അല്ലേ? ഇതാണ് അടുത്ത നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബിനു ചന്ദ്രനെന്നും ബിനു നായരെന്നും ബിനീഷ് ചന്ദ്രനെന്നും പറയുന്ന രണ്ട് ആളുകൾ ഇവരുടെ മേൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 2021 ഡിസംബറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. 2021 ഡിസംബറിൽ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരെ കാണാനായിട്ട് കോട്ടയത്ത് ചെന്നപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളാണ്, അതായത് ബിനു നായരും ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സനൽകുമാർ ശശിധരനെ മഞ്ജു വാര്യരുമായി ബന്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട്, സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത മഞ്ജു വാര്യർ അഭിനയിച്ച ഹിമാലയത്തിൽ മാത്രം ഷൂട്ട് ചെയ്ത ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ ബിനു നായരും ഈ ബിനീഷ് ചന്ദ്രനും മഞ്ജു വാര്യരും ഒരേ ടെൻറ്റിലാണ് താമസിക്കുന്നത്. അന്ന് ആ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുണ്ട്, ഫിറോസ്. അയാൾ വന്നപ്പോൾ അയാളും ഒരേ ടെൻറ്റിലായിരുന്നു. അതായത് ഫിറോസും ബിനു നായരും ബിനീഷ് ചന്ദ്രനും മഞ്ജു വാര്യരും ഒരേ ടെൻറ്റിലാണ് താമസിച്ചത് എന്നുള്ളത് സനൽകുമാർ ശശിധരൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ എന്തോ ഒരു നിയന്ത്രണം ഇവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി അനുമാനിക്കാം. പക്ഷേ
അവരുടെ നിയന്ത്രണമുണ്ടെന്ന് പറയുമ്പോഴും അവർ പൂർണ്ണമായും മഞ്ജു വാര്യരെ ഈ പറഞ്ഞ പോലെ അവരുടെ സ്വാധീനത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നോ അതോ മഞ്ജു വാര്യരും ഇവരും തമ്മിൽ നല്ല ബന്ധമാണോ പിന്നീട് ഉണ്ടായിരുന്നത് എന്നുള്ള സംശയമാണ് എന്നെ അലട്ടുന്നത്. ഒരുപക്ഷെ ആദ്യം ഇങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷേ പിന്നീട് ഈ കഥാപാത്രങ്ങളും മഞ്ജു വാര്യരും തമ്മിൽ നല്ല ബന്ധം ഡെവലപ്പ് ചെയ്തോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളും മഞ്ജു വാര്യരും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ അവർ വളരെ ചിരിച്ച് ഉല്ലസിച്ച് കളിച്ച് രസിച്ചാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു 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 അവരെ സ്വാധീനിച്ച് നിർത്തിയിരിക്കുന്ന ബന്ധമാണോ അതോ അവർ തമ്മിലും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം എന്നെ ബാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജു വാര്യർ ഒരു 10-200 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു നടിയാണ്. സ്വാഭാവികമായും ആ പണം പിന്നെ സുരക്ഷിതമായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം മഞ്ജു വാര്യർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർക്ക് ഈ പറഞ്ഞതുപോലെ സനൽകുമാർ ശശിധരനെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു വശത്ത് ആ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2, മഞ്ജു വാര്യർ സതുദ്ദേശപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു വിഷയം പുറത്തേക്ക് പിന്നെ അയാൾ പ്രസരിപ്പിക്കുന്നുണ്ട്. അതും മഞ്ജു വാര്യർക്ക് ഗുണമാണ്. മറുവശത്ത് തന്നെ നിയന്ത്രിക്കുന്ന ആളുകളുടെ സ്വാധീനത്തിന് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണോ ഇവർ സനൽകുമാർ ശശിധരനുമായി ഈ ദീർഘ സംഭാഷണം നടത്തുന്നത് എന്നുള്ള സംശയവും എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ആ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിട്ട് ആ സംഭാഷണങ്ങളെ ഒന്നും ഇവർ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് സനൽകുമാർ ശശിധരനെ നിശബ്ദനാക്കുക, മറുവശത്ത് ഇവരുടെ സ്വത്ത് സംരക്ഷിക്കുക, അതേസമയം തന്നെ ഇവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ആളുകളുടെ സമ്മർദ്ദത്തിന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ 3 ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സനൽകുമാർ ശശിധരനെതിരെ അവർ വീണ്ടും കേസ് കൊടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കേസ് കൊടുത്തതും ഒക്കെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളും ഇവരും തമ്മിലുള്ള ഒരു 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 പിന്നെ അടുപ്പമാണ് എന്ന് കാണിക്കുന്നത് എന്നാണത് സൂചിപ്പിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും സനൽകുമാർ ശശിധരനെ നിശബ്ദനാക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട്. അവരുടെ സ്വത്ത് മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവരെ ആരെങ്കിലും നിയന്ത്രിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ശ്രമവുമൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മഞ്ജു വാര്യർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ക്യാരക്ടറല്ല. അവർ വളരെ തന്ത്രപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാടകങ്ങൾ കളിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഈ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവരാദ്യം സിനിമ രംഗത്തു നിന്ന് പുറത്തു പോയവരാണ്. അവർ സിനിമ രംഗത്തേക്ക് തിരിച്ചു വന്ന് അവർ കോടികൾ സിനിമയിലൂടെ സമ്പാദിച്ചു. അതിനൊക്കെ അവർ ഒരുപാട് കോംപ്രമൈസുകൾ നടത്തിയിട്ടുണ്ട്. ആ കോംപ്രമൈസുകളുടെ ഭാഗമായി അവരിപ്പോഴും കോംപ്രമൈസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ഇപ്പോൾ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത്. ഇനി എനിക്ക് ഭാവിയിൽ വീണ്ടും പ്രേക്ഷകരെടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഞാൻ ആ വിഷയവുമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നതായി.